ഇപ്പോഴത്തെ കുട്ടികളെല്ലാം തന്നെ നൈറ്റ് 2 o'clock ഫുഡ് കഴിച്ചിട്ട് ഉറങ്ങുന്ന കുട്ടികളാണ്. അപ്പോൾ എങ്ങനെയാണ് അവർക്ക് പ്രകൃതി തത്വത്തെ പാലിക്കാൻ പറ്റുന്നത്? എൻ്റെ അടുത്ത് ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈകളുടെ നോക്കിയാൽ അറിയാൻ പറ്റുമോ എന്നാണ്. എൻ്റെ ആൻസർ സ്ട്രൈറ്റ് ടു ദ ആൻസർ എന്ന് പറഞ്ഞാൽ അറിയാൻ പറ്റും എന്ന് തന്നെയാണ്. അപ്പോൾ കറുത്ത മറുകൾ മൗണ്ട്സിൽ എവിടെ വന്നാലും അത് ശുഭകരമായ സൂചന അല്ല. ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫാർമസിസ്റ്റിന് മാത്രമല്ല, ഇപ്പം നമ്മൾ പൂരങ്ങൾക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാർ കൈ നോക്കി തരാമെന്ന് പറയുന്നുണ്ട്. അപ്പം അത് കേട്ട് വിശ്വസിച്ച് ഒരു വൻ ജനത തന്നെയുണ്ട്. നിങ്ങൾ ഇത്ര വയസ്സിൽ മരിക്കും. ആ അമ്പലത്തിൻ്റെ നടയിലിരിക്കുമ്പം അമ്മയുടെ ആ ഒരു ജൂറിസ്ഡിക്ഷനിലാണ് അങ്ങനെ ഇരിക്കുന്നത്. അവിടെയുള്ള ആ ചൈതന്യം ഇദ്ദേഹത്തിനെ സ്വാധീനിക്കുന്നുണ്ട്. ജീവിതത്തിൽ ആരെയും നമ്മൾ കുറച്ച് കാണും. പിന്നെ അടിസ്ഥാനപരമായി ഈ പറഞ്ഞ ലൈൻസിൻ്റെയൊക്കെ തെളിവ് കുറയുന്നതിന് മറ്റൊരു കാര്യം ബോഡി ടോക്സിക് ആകുമ്പോഴാണ്. ബോഡി ടോക്സിക് ആയി കഴിഞ്ഞാൽ ജീവോർജ്ജം കുറയും. ടോക്സിക് ആകുന്നത് എങ്ങനെയാണ്? നെഗറ്റീവായിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സ് അല്ലേ? നെഗറ്റീവായിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സാണ് നമ്മൾ അറിഞ്ഞോ അറിയാതോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ പ്രകൃതിക്ക് എഗനസ്റ്റായിട്ട് നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ പ്രകൃതി നമ്മളെ സപ്പോർട്ട് ചെയ്യത്തില്ല. പ്രകൃതിക്ക് എഗനസ്റ്റ് പറഞ്ഞാൽ നമ്മൾ പക്ഷിമൃഗാദികളെല്ലാം നോക്കും, പ്രകൃതിയുടെ തത്വം അനുസരിക്കുന്നുണ്ട്. അവർ രാത്രി ആയി കഴിഞ്ഞാൽ അവർ ഫുഡ് കഴിക്കത്തില്ല, അവർ കൂട്ടിൽ കയറും. രാത്രിയായി അവർ ഉറങ്ങും. ഡേ ആകുമ്പോഴാണ് അവർ വർക്ക് ചെയ്യുന്നത്. സൂര്യനുള്ളപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ അവർ ഉറക്കത്തിലോട്ട് പോവുകയും ചെയ്യുന്നതാണ് അല്ലേ? ഈവൻ ഒരു നായി എടുത്താൽ പോലും അതിന് ഇൻഡൈജഷൻ ഇഷ്യൂ വരുമ്പോഴേക്കും അത് പുല്ലൊക്കെ കഴിച്ചിട്ട് അത് വോമിറ്റ് ചെയ്തിട്ട് 2 ദിവസം ഫാസ്റ്റ് ചെയ്തപ്പോൾ അതിന് നാച്ചുറലി അത് ഹീൽ ചെയ്യപ്പെടുന്നു അല്ലേ? ഇതിന് ഏത് ഡോക്ടറാണ് അതിന് പഠിപ്പിച്ച, ഏത് കോഴ്സാണ് അത് പഠിച്ചത് അല്ലേ? അതിന് പറ്റുന്നുണ്ട്. പക്ഷെ മനുഷ്യന് ആ ഒരു 6th സെൻസ്, ആ അവയർനെസ് അവന് കുറയുന്നത് അവൻ പ്രകൃതിയിൽ നിന്ന് ഡിറ്റാച്ച് ആകുന്നതുകൊണ്ടാണ്. അപ്പോൾ അവൻ നെഗറ്റീവ് ഫുഡ്. ഇപ്പോഴത്തെ കുട്ടികളെല്ലാം തന്നെ നൈറ്റ് 2 o'clock ഫുഡ് കഴിച്ചിട്ട് ഉറങ്ങുന്ന കുട്ടികളാണ്. അപ്പോൾ എങ്ങനെയാണ് അവർക്ക് പ്രകൃതി തത്വത്തെ പാലിക്കാൻ പറ്റുന്നത്? പിന്നെ IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന കുട്ടികളുടെ കാര്യമാണെങ്കിൽ അവരുടെ പാർട്ട് ഓഫ് ദെയർ ജോബ് നൈറ്റ് ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്നു. യുഎസിലുള്ള ക്ലയൻ്റ് ആയിരിക്കും. യുഎസിലെ ക്ലയൻറ്റ് നൈറ്റ് ഷിഫ്റ്റ് വർക്ക് ചെയ്തിട്ട് അവർക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ അവരെന്താ പ്രകൃതിക്ക് എഗനസ്റ്റ് ആകണം. അപ്പോൾ രോഗം ബാധിക്കുന്നു. കാശ് ഇഷ്ടം പോലെ വരുന്നുണ്ട്. ലൈഫ് ഷോർട്ട് സ്പാനായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി താങ്കൾ പറഞ്ഞ പോലെ ഈ ഏജിങ് എന്ന് പറയുന്നത് പണ്ടത്തെ കാലത്ത് 70 വയസ്സാണെങ്കിൽ ഇപ്പോഴത്തെ ഇതിൽ 40, 50 വയസ്സുകളിൽ തന്നെ ഏജിങ് ഫാക്ടർ എന്ന് പറയുന്നതും ഈ പറഞ്ഞ രേഖകളിൽ ഏജിങ് അല്ലാണ്ട് തന്നെ യങ്സ്റ്റേഴ്സിൽ പോലും താങ്കൾ കുറച്ച് മുന്നേ പറഞ്ഞ രേഖകളിലെ തെളിവ് കുറവ് വരുന്നുണ്ടെന്നാണ് സത്യം. അപ്പം സിമ്പിളായിട്ട് പറഞ്ഞാൽ പ്രകൃതിയെ സപ്പോർട്ട് ചെയ്യുക, പ്രകൃതി പറയുന്ന തത്വങ്ങളനുസരിച്ച് ജീവിച്ചാൽ നമുക്കിത് ഒരു നല്ല പാറ്റേണിൽ കൈകളുടെ രേഖകൾ നോക്കി നമുക്ക് സ്വയം മനസ്സിലാക്കാവുന്നതാണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും അദ്ദേഹത്തിൻ്റെ സ്വന്തം കൈ നോക്കി തന്നെ മിനിമം കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അദ്ദേഹം ലൈഫിൽ ഓക്കെയാണ്. ഓക്കെ സർ. അതുപോലെ ഇപ്പം നമ്മുടെ കൈ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര ആയുസ് വരെ ജീവിക്കും, നമുക്ക് എത്ര കുട്ടികളുണ്ടാവും, നമ്മുടെ ദാമ്പത്യ ബന്ധം എങ്ങനെയാണ്, ദൃഢമാണോ അല്ലയോ, ഡിവോഴ്സ് ആവോ ഇല്ലയോ, ഇങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു യാഥാസ്ഥികത എന്താണ്? ഇങ്ങനെ ശരിക്കും അങ്ങനെ ഒരു കൈ നോക്കി നമുക്ക് എത്ര കുട്ടികളുണ്ടാവും, നമ്മുടെ ദാമ്പത്യ ബന്ധം നിലനിൽക്കോ ഇല്ലയോ, അങ്ങനെയൊക്കെ പറയാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. പക്ഷേ നമ്മൾ ഇവിടെയും നമ്മുടെ ടെക്നോളജി, നമ്മുടെ സയൻസിൻ്റെ ഒരു ഇമ്പാക്റ്റും കൂടെ നമ്മളവിടെ കൺസിഡർ ചെയ്യണം. കാരണം പണ്ടത്തെ കാലത്ത് നമ്മൾ കൈകൾ നോക്കിക്കൊണ്ട് കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് പലതും ഫാമിലി പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെയാണ്. പാർട്ട്നേഴ്സാണ് ഡിസൈഡ് ചെയ്യുന്നത് എത്ര കുട്ടി വേണോ. ബിക്കോസ് കുട്ടികൾ വേണ്ടാന്ന് തീരുമാനിക്കുന്നതും അവരാണ്. അപ്പോൾ അവിടെ നമ്മൾ കുറേ കാര്യങ്ങൾ അവരുടെ പ്രാക്ടിക്കാലിറ്റീസ് അല്ലെങ്കിൽ സയൻസിൻ്റെ അല്ലെങ്കിൽ മെഡിക്കൽ സയൻസിൻ്റെ ഇമ്പാക്റ്റ് കൊണ്ട് സംഭവിക്കുന്നത് കുട്ടികളുടെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. പിന്നെ ഡൈവേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന അപാകതകൾ കൊണ്ട് ഈ കോമ്പാക്റ്റബിലിറ്റി ഇഷ്യൂ കൊണ്ടാണ് ഡൈവേഴ്സ് ഉണ്ടാകുന്നത്. അപ്പോൾ ഡൈവേഴ്സ് എന്ന് പറഞ്ഞാൽ 2 വ്യക്തിത്വങ്ങൾ തമ്മിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ അവർ തമ്മിലുള്ള കോമ്പാക്റ്റബിലിറ്റി ഇഷ്യൂ ആണ് ഡൈവേഴ്സിലോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോഴത്തെ റിലേഷൻഷിപ്സിൽ ഡൈവേഴ്സിൻ്റെ പ്രോബബിലിറ്റി കമ്പയർ ടു ദ വളരെ പ്രീവിയസ് സ്റ്റേജിൽ നോക്കുകയാണെങ്കിൽ കൂടിക്കൊണ്ട് വരിക്കുന്ന ഒരു ട്രെൻഡാണ് നമ്മൾ കാണുന്നത്. കാരണം പലപ്പോഴും ഈ കോമ്പാക്റ്റബിലിറ്റിയാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്. കോമ്പാക്റ്റബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരേജ് കോമ്പാക്റ്റബിലിറ്റി നല്ല രീതിയിൽ അല്ലെങ്കിൽ ഡൈവേഴ്സിനുള്ള പ്രോബബിലിറ്റി കൂടുതലാണ്. എൻ്റെ അടുത്ത് ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈകളുടെ നോക്കിയാൽ അറിയാൻ പറ്റുമോ എന്നാണ്. എൻ്റെ ആൻസർ സ്ട്രൈറ്റ് ടു ദ ആൻസർ എന്ന് പറഞ്ഞാൽ അറിയാൻ പറ്റും എന്ന് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ മാരേജ് ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ കൈയുടെ ഏറ്റവും ചെറിയ വിരലിൻ്റെ സൈഡിൽ കിടക്കുന്ന ലൈനിനാണ്. അത് മാരേജ് ലൈൻ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി പാമിസ്ട്രിയിൽ അതിന് റിലേഷൻഷിപ്പ് ലൈൻ എന്നാണ് പറയുന്നത്. ഇപ്പം മാരേജ് എന്ന് നമുക്കത് പറഞ്ഞത് മാരേജ് ലൈൻ ആക്കിയതാണ്. അത് ശരിക്കും റിലേഷൻഷിപ്പ് ലൈൻസാണ്. അപ്പോൾ റിലേഷൻഷിപ്പ് ലൈൻ നോക്കുന്ന സമയത്ത് ഈ റിലേഷൻഷിപ്പ് ലൈൻസ് ബേസിക്കലി ഒരു എക്സാമ്പിളാണ്. അത് പല കാരണങ്ങളുണ്ട്. ഈ റിലേഷൻഷിപ്പ് ലൈന് വളഞ്ഞു വന്ന് നമ്മുടെ ഹാർട്ട് ലൈനിൽ ടച്ച് ചെയ്യുകയാണെങ്കിൽ ആ ഒരു സമയത്ത് അവർക്ക് ഡൈവേഴ്സ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്.
മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവും. അത് കൈ തരുന്ന ഇൻഡിക്കേഷൻസ് ആണ്. റിലേഷൻഷിപ്പ് ബ്രേക്ക് ആകാനുള്ള സാധ്യതയിൽ ഒരു കാര്യമാണ്. പിന്നെ ഈ പാർട്ട്നേഴ്സിനെ രണ്ടുപേരുടെയും കൈ നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ മാക്സിമം പോസിബിലിറ്റിയെ കുറിച്ച് നമുക്കൊരു കൺക്ലൂഷനിൽ എത്താൻ പറ്റത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? കാരണം ഒരു റിലേഷൻഷിപ്പ് നമ്മുടെ രണ്ടുപേരെയും ബേസ് ചെയ്തിട്ടായിരിക്കുന്നത്. അപ്പോൾ ഒരാളുടെ കയ്യിൽ അങ്ങനെ ഉണ്ടാകുകയും മറ്റൊരാളുടെ കയ്യിൽ അങ്ങനെ ഇല്ലെങ്കിലും ചിലപ്പോൾ അതിൻ്റെ പോസിബിലിറ്റി കുറയാം. പക്ഷെ രണ്ടുപേരുടെയും കൈ നോക്കിയിട്ട് വേണം ഈ പറഞ്ഞ ക്വസ്റ്റിനെ ആൻസർ ചെയ്യാൻ. പക്ഷേ ഇതിൻ്റെ പോസിബിലിറ്റി കൈകൾ നോക്കിയാൽ അറിയാൻ പറ്റും എന്നുള്ളതാണ് 100% ഷുവറായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന വസ്തുത. ഇപ്പം നമ്മുടെ കൈയുടെ പ്രിൻസ് അല്ലാതെ ഇപ്പം കൈ നമുക്ക് ശരീരത്തിലൊട്ടാകെ മറുകുള്ള ആൾക്കാരുണ്ട്. അപ്പം കൈയുടെ ഉള്ളിലും മറുകുള്ള ആൾക്കാരുണ്ട്. അപ്പം ഈ കയ്യിലുള്ള മറുകുകൾ അല്ലെങ്കിൽ കറുത്ത പാടുകളും ഇതുപോലുള്ള കുറെ ഇൻഡിക്കേഷൻസ് തീർച്ചയായിട്ടും. കാരണം ഈ ഹസ്തരേഖ എന്ന് പറഞ്ഞാൽ ഹസ്ത സാമുദ്രികം എന്നാണ് പറയുന്നത്. അതായത് ഞാൻ ഈ പറഞ്ഞല്ലോ, ജ്യോതിഷം, അംഗം, പിന്നെ അതിനകത്ത് മുദ്ര എന്ന് പറയുന്ന ലെവലിലോട്ടാണ് നമ്മൾ ഈ ഇത് വരുന്നത്. അപ്പം മുദ്ര എന്ന് പറയുന്ന സാമുദ്രികം, സമുദ്ര മഹർഷിയാൽ രചിതമായതാണ് സാമുദ്രിക ശാസ്ത്രം. സാമുദ്രിക ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഉള്ളം കാല് തൊട്ട് ഉച്ചം തലവരെയുള്ള ബോഡി പാർട്സിനെ അനലൈസ് ചെയ്തുകൊണ്ട് ഒരു വ്യക്തിയെ വിലയിരുത്തുക എന്നാണ്. അവിടെ കാറ്റഗറൈസേഷൻ ഓഫ് ഫീമെയിൽസ് ആൻഡ് മെയിൽസിനെ പല കാറ്റഗറി ആയിട്ട് തിരിച്ചു കൊണ്ടുവന്ന് ചെയ്യുന്നത്. അത് ആ ഒരു സാമുദ്രിക ശാസ്ത്രത്തിൻ്റെ ലിമിറ്റഡ് വേർഷനായിരുന്നു മുഖലക്ഷണം എന്ന് പറയുന്നത്, ഫേസ്. അപ്പം പിന്നെ ആൾക്കാർ ഫേസിൽ നമ്മൾ എന്താ പറയുക, പറുതയിടുന്ന ലെവലിലോട്ടൊക്കെ വരുന്ന സമയത്ത് അത് നമുക്ക് പ്രാക്ടിക്കലി പോസിബിൾ അല്ലാത്ത രീതിയിലാണ് നമ്മൾ കയ്യിലെത്തുന്നത്. അപ്പം കൈയുടെ കിട്ടുന്ന മുദ്രകൾ ബേസ് ചെയ്തത് കൊണ്ടാണ് നമ്മൾ കയ്യിലെ പ്രെഡിക്ഷൻ ചെയ്തത്. ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണ്? നമ്മുടെ മറുകുകൾ. ഓഫ് കോഴ്സ് നമ്മുടെ കയ്യിലെ മറുകുകൾ എന്ന് പറയുന്നത് ആ മറുകൾ വരുന്ന മൗണ്ടിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പം കറുത്ത മറുകൾ മൗണ്ട്സിൽ എവിടെ വന്നാലും അതൊരു ശുഭകരമായ സൂചന അല്ല. ബേസിക്കലി കൈക്കകത്ത് കറുത്ത മറുക് ഏത് മൗണ്ടിൽ വന്നാലും അത് ശുഭകരമായ സൂചനയല്ല. അതിനെ നമ്മൾ ഡീകോഡ് ചെയ്ത് അത് എന്ത് ഇൻഡിക്കേഷൻ ആണെന്നുള്ളത് അത് ഏത് മൗണ്ടിൽ വരുന്നു എന്നനുസരിച്ചിരിക്കും. നമുക്ക് ഓരോ മൗണ്ടിലും ഓരോ റിലവൻസ് ഉണ്ട്. അപ്പോൾ കറുത്ത മറുക് എവിടെ വന്നു എന്നനുസരിച്ച്, ഇപ്പോൾ നമുക്ക് ബുദ്ധിപരമായ കാര്യങ്ങൾ, ഇപ്പോൾ ബുധമണ്ഡലത്തിൽ വന്നു കഴിഞ്ഞാൽ, മറുക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ ലെവലിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് ലെവലിൽ നോക്കണം, വെയിൻ സംബന്ധമായിട്ട് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ഒരു എക്സാമ്പിൾ പറയണം. അപ്പോൾ ഓരോ മൗണ്ട് ബേസ് ചെയ്തിട്ട് അത് മാറും. അതുപോലെ തന്നെ ജുപ്പിറ്റർ മൗണ്ടിൽ വന്നാൽ എന്താണ്, സൺ മൗണ്ടിൽ എന്തായാലും ചന്ദ്രമണ്ഡലിൽ വന്ന മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത വരാം. മനസ്സിലാകുന്നുണ്ടോ? അത് ഏത് മൗണ്ടിൽ വരുന്നു, ഏത് കാലഘട്ടത്തിൽ വരും, ഇറ്റ് വിൽ നോട്ട്, അത് ഒരു സ്റ്റേബിളായിട്ട് ലോങ് ടേമിൽ ഉണ്ടാവത്തില്ല. ചിലവർക്ക് ഇത് വന്ന് പോകുന്ന അവസ്ഥയുണ്ട്. പിന്നെ കോൺസ്റ്റന്റ് ആയിട്ട് ബൈ ബർത്ത് തന്നെ ഉള്ളവർക്കുണ്ടാവും. അത് ഡിപ്പെൻസ് ആണ്. നമ്മൾ കൈ റീഡ് ചെയ്യുമ്പോൾ മറ്റുള്ള ഇൻഡിക്കേഷൻസ് എല്ലാം ഇതൊരു ഡീറ്റെയിൽ അനാലിസിസ് കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു കൺക്ലൂഷൻ എത്താം. ചില നെഗറ്റീവ് ആയിട്ടുള്ള തിങ്സിനെ കോമ്പൻസേറ്റ് ചെയ്യുന്ന പോസിറ്റീവ് സയൻസുകൾ ആ വ്യക്തി, ഞാൻ ആദ്യം പറഞ്ഞു സോളമൻ റിംഗ് ഉള്ളവരുടെ കയ്യിൽ 1000 ദോഷങ്ങൾ പരിഹരിക്കുമോ. അപ്പോൾ ഒരു ദോഷത്തിന് അത് ദോഷമാണ് എന്ന് കരുതി നമ്മുടെ ഒരു കൺക്ലൂഷനിൽ എത്തേണ്ട കാര്യമില്ല. അത് കോമ്പൻസേറ്റ് ചെയ്യുന്ന മറ്റു കാര്യം, അത് ഡീറ്റെയിൽ അനാലിസിസ് എടുത്താൽ മാത്രമേ നമുക്ക് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു കൺക്ലൂഷനിൽ എത്താൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. സോ നമ്മുടെ വീഡിയോയുടെ എൻഡിലേക്ക് വരുമ്പം എനിക്ക് ചോദിക്കാൻ ആഗ്രഹമുള്ളത്, ഇപ്പം ഒരു പാമിസ്റ്റ്, ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു പാമിസ്റ്റിന് മാത്രമല്ല, ഇപ്പം നമ്മൾ പൂരങ്ങൾക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാർ കൈ നോക്കി തരാമെന്ന് പറയുന്നുണ്ട്. അപ്പം അത് കേട്ട് വിശ്വസിച്ച് ഒരു വൻ ജനത തന്നെയുണ്ട്, നിങ്ങൾ ഇത്ര വയസ്സിൽ മരിക്കും, ഇത്ര പൈസ നിങ്ങൾക്ക് കിട്ടും. സോ അവരോട്, അല്ലെങ്കിൽ അത് കേട്ട് വിശ്വസിക്കുന്ന ആൾക്കാരോട് ഇനി വേറൊരു പരിഹാരം ഇതിനില്ല എന്ന് വിശ്വസിക്കുന്ന പല ആൾക്കാരുണ്ട്. സോ അവരോടൊക്കെ സാറിന് എന്താണ് പറയാനുള്ളത്? നമ്മൾ പലപ്പോഴും നമ്മൾ സ്ട്രീറ്റിലും ക്ഷേത്ര കാമ്പൗണ്ടിലുമൊക്കെ ഹസ്തരേഖ എന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അവർ ഈ പാരമ്പര്യമായിട്ട് വന്നാണ്. ഞാൻ ഈ പല ആൾക്കാരെയും ടു ബി വെരി ഓണസ്റ്റ്ലി പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കാര്യം നമ്മൾ പഠിക്കാൻ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടുന്ന് ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ അതിനെ സ്വായത്തമാക്കുക എന്നാണ്. അപ്പോൾ അവർക്ക് അടിസ്ഥാനപരമായി അവർ സിസ്റ്റമാറ്റിക് പഠിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല വസ്തുത. അത് അവർക്ക് പാരമ്പര്യമായിട്ട് ചില സിദ്ധികൾ, അതായത് ബുദ്ധിസിദ്ധി എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഇൻ്റർപ്രിട്ടേഷൻ നമ്മൾ പഠിച്ചൊരു സംഭവം പഠിച്ചിട്ട് നമ്മൾ ചെയ്യുന്നതിനേക്കാൾ ചിലപ്പോൾ ചില സിദ്ധിയുള്ളവർക്ക് ഒന്നും പഠിക്കാണ്ട് അവർക്ക് സിദ്ധി യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പാരമ്പര്യമായിട്ട് ചിലപ്പോൾ പകരം ശക്തിപാദം എന്നൊക്കെ പറയും. ചില പരമ്പരകളിൽ ഗുരുക്കന്മാരിലെന്ന് പറയുന്നത്, ഇപ്പോൾ കാളിദാസൻ എന്ന് പറയുന്ന വ്യക്തി ഏറ്റവും ബുദ്ധിശൂന്യനായി ഭാര്യ രാത്രി വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് കാളിമാതാവിൻ്റെ ടെമ്പിളിൽ പോയിട്ട് അമ്മയുടെ അനുഗ്രഹം കൊണ്ട് കാളിദാസൻ ട്രാൻസ്ഫോം ആകുന്നത് നമ്മൾ കാണുന്നുണ്ട്. കാരണം അതൊരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ അല്ലെങ്കിൽ സംഭവിക്കുന്നതാണ്. അതിനാണ് സിദ്ധി എന്ന് പറയുന്നത്. അമ്മ നാക്കിൽ എഴുതി കൊടുക്കുകയാണ്, എഴുതി കഴിഞ്ഞപ്പോൾ അദ്ദേഹം മാറുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ ആരെയും നമ്മൾ കുറച്ച് കാണുകയോ അവർ പഠിച്ചിട്ടില്ലല്ലോ, അവർ സിസ്റ്റമാറ്റിക് പഠിച്ചില്ല എന്ന് പറയുന്ന ഒരു കാര്യമില്ല. കാരണം ഞാൻ എൻ്റെ തന്നെ ഒരു ലൈവ് എക്സാമ്പിൾ ഞാൻ പറയാം. ഞാൻ കോയമ്പത്തൂരാണ് വർക്ക് ചെയ്തിരുന്നത്. കോയമ്പത്തൂർ വർക്ക് ചെയ്തിരുന്നപ്പോൾ
എനിക്ക് ഇതിന് ഈ ഹസ്തരേഖ എന്ന് പറഞ്ഞാൽ എനിക്ക് പല പല ഗുരുക്കന്മാരുണ്ട്, ഒത്തിരി ഗുരുക്കന്മാരുണ്ട്, ഒരു ഗുരുവല്ല ഒരുപാട് ഗുരുക്കന്മാർ. ഞാൻ തിരുവനന്തപുരത്താണ് പഠിച്ചു തുടങ്ങിയെങ്കിലും പല ഗുരു. അപ്പോൾ അവിടെ കോയമ്പത്തൂരത്ത് മേട്ടുപ്പാളയം എന്ന് പറയുന്ന സ്ഥലത്ത് വരഭദ്രകാളി അമ്മൻ കോവിൽ എന്ന് പറഞ്ഞൊരു ടെമ്പിൾ ഉണ്ട്. മേട്ടുപ്പാളയം ഊട്ടിക്ക് പോകുന്ന അടുത്താണ്. അപ്പം ഞാനിങ്ങനെ യൂസ് ടു അവധി ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ടെമ്പിളിൽ പോകുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ ഈ അമ്പലത്തിൽ പോകുന്ന സമയത്ത് ഇപ്പോൾ താങ്കൾ പറഞ്ഞ കൂട്ട് തന്നെ അവിടെ ഈ അമ്പലത്തിൻ്റെ മുന്നിൽ ഒരിടത്ത് ഇരുന്നിട്ട് ഈ ഹസ്തരേഖ പറയുന്ന ഒരു വ്യക്തി പിന്നെ ഒരു വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവരുള്ള ഒരു വ്യക്തി. പക്ഷെ ഇങ്ങനെ അടുത്ത് ഭയങ്കര ആളാണ്, ഒത്തിരി ആൾക്കാർ ഇങ്ങനെ വന്നു. അപ്പം ഞാൻ ഇങ്ങനെ അടുത്ത് ഇങ്ങനെ പോയി നിൽക്കുന്നുണ്ട്. എന്താണ് സംഭവം, എന്നാ തമ്പി എങ്ക വന്നിട്ടിരിക്കുന്ന കേട്ടാ. ഞാൻ അറിഞ്ഞില്ല നിക എപ്പടി അത്. അപ്പോൾ ഇവർ കുറേ കാര്യം അപ്പം എനിക്ക് ഇങ്ങേരുടെ അടുത്ത് നിന്ന് ഇങ്ങേരുടെ ടെക്നിക്സ് എന്താണ്, ഇങ്ങേരുടെ കീ എന്താണ്, ഇങ്ങേരുടെ സക്സസ് എന്താണ് എന്നറിയണം. നമ്മൾ അറിവ് എവിടെ നിന്ന് കിട്ടിയാലും. അപ്പം ഞാൻ ഇങ്ങനെ അടുത്ത് ഫസ്റ്റ് ഡേ പോയി നിന്നപ്പോൾ തന്നെ അങ്ങനെ എന്നെ ഒരു റഫായിട്ട് നോക്കുന്നുണ്ട്, ഇങ്ങനെ എന്തിനും ഇവിടെ വന്ന് നിൽക്കുന്നു എന്നുള്ളത് ഇങ്ങനെ നോക്കുന്നുണ്ട്. അടുത്ത ദിവസവും പോയി നിന്നു. അവസാനം 2-3 ദിവസം ആയപ്പോൾ അയാൾക്ക് എന്തോ ഒരു കാരണം തോന്നി. എന്നാ തമ്പി എതുക്കാ ഇங்கே வந்து உட்கார்ந்துட்டுருக்கான்னு கேட்டேன். எனக்கு கொஞ்சம் உங்கள்கிட்ட நாலேஜ் வேணும் ஐயா, நீங்கள் கொஞ்சம் சொல்லி கொடுக்குறீங்களான்னு கேட்டேன். ഞാൻ പറഞ്ഞു ശരി വാ തമ്പി ഉட்காருங்க എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ അടുത്ത് പോയിരുന്നു. അങ്ങേര് കാര്യങ്ങൾ കുറച്ച് അപ്പോൾ അങ്ങേര് എനിക്ക് 2-3 കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ഇതിലൊന്നും നമ്മൾ ഹസ്തരേഖ പഠിച്ചതിലോ നമ്മുടെ തിയറിയിലോ നമ്മുടെ നോളജ് ബേസിലുള്ള ഒരു സംഭവമില്ല. പക്ഷേ അത് അങ്ങേർക്ക് എവിടെ നിന്നോ പരമ്പരയായിട്ട് പകർന്നു കിട്ടിയ സിദ്ധിയായിരുന്നു. ആ സിദ്ധിയിലാണ് പ്രത്യേകിച്ചും അമ്മ ഇരിക്കുന്ന കാളി അമ്മയുടെ നടയില്ല. ആ അമ്പലത്തിൻ്റെ നടയിലിരിക്കുമ്പം അമ്മയുടെ ആ ഒരു ജൂറിസ്ഡിക്ഷനിലാണ് അങ്ങനെ ഇരിക്കുന്നത്. അവിടെയുള്ള ആ ചൈതന്യം ഇദ്ദേഹത്തിനെ സ്വാധീനിക്കുന്നുണ്ട് ഒന്ന്. പിന്നെ അദ്ദേഹം പാരമ്പര്യമായിട്ട് ട്രഡീഷണലി കാട്ടുജാതി ട്രൈബൽ പോലുള്ള ആളാണ്. ഈ കോടാങ്കി എന്നൊക്കെ പറയാം. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, നമ്മൾ ചില മൂവീസിലൊക്കെ കാണുന്നത് ഈ കോടാങ്കിമാർ ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ അവർ പണ്ട് ശ്രീകൃഷ്ണൻ കോടാങ്കി വേഷത്തിൽ വന്നിട്ട് പിന്നെ ഈ പാണ്ഡവർക്ക് അജ്ഞാതവാസ കാലത്ത് പകർന്നു കൊടുത്തതാണ് ഹസ്തരേഖാ ശാസ്ത്രം എന്നൊക്കെ പറയുന്നത്. മൂലക്ഷണ ശാസ്ത്രവും അംഗലക്ഷണവും ഒക്കെ കോടാങ്കി വേഷത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ പാണ്ഡവർക്ക് പകർന്നു കൊടുത്തു. അപ്പോൾ അതുകൊണ്ടാണ് ഈ കോടാങ്കി എന്ന് പറയുന്ന ഒരു കാറ്റഗറൈസേഷൻ കൂടെ വന്നത്. അപ്പോൾ അങ്ങനെ ഇങ്ങനെ പകർന്നു കിട്ടിയ കാര്യം. കാരണം അത് എനിക്ക് ഇപ്പോഴും ഈ ഒരു തിയറിയിലും കിട്ടാത്ത, ഒരു ബുക്കിലും കിട്ടാത്ത നോളജ്. അപ്പോൾ എന്ത് ഞാൻ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ആരെയും നമ്മൾ കുറച്ച് കാണരുത്. നോളജ് എത്ര ചെറിയവനോ വലിയവനായാലും അത് നമ്മൾ സ്വീകരിക്കുക, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, അതിനെ റെസ്പെക്റ്റ് ചെയ്യുക. അത് നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ലൈഫിൽ തീർച്ചയായും യൂസ് ആകും, അതൊരു അസറ്റായിരിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെയുള്ള എല്ലാ ആൾക്കാരുടെ അടുത്തും വളരെ റെസ്പെക്റ്റാണ്. അവർക്കും സിദ്ധികളുണ്ട്. അപ്പോൾ ബുദ്ധിയും സിദ്ധിയും വേറെയാണെന്ന് വീണ്ടും പറയാണ്. സിദ്ധികളെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക, അംഗീകരിക്കുക.